അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് പോലത്തെ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഉപ്പ് കലക്കിയ വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ആട്ടപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ആവശ്യമായ പൊടി എടുക്കുക. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കി ആ വെള്ളം പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചിങ്ങനെ നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ചപ്പാത്തി ഈ പരുവത്തിൽ കുഴച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് പൊടി കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് പോലെ ചപ്പാത്തി കിട്ടുന്നതാണ്. നല്ല സോഫ്റ്റ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത്തിരി കുഴക്കുമ്പോൾ വെള്ളം കൂടിയാലും കുറച്ച് പൊടി കൂട്ടി കുഴച്ചെടുത്താൽ മതി. മൈദാപ്പൊടി ചേർത്താലും മതി. പിന്നെ ഇത് കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കുകയൊന്നും വേണ്ട. നമുക്ക് അപ്പോൾ തന്നെ പരത്തി ചുട്ടെടുക്കാം. ചപ്പാത്തിപ്പൊടി കുഴച്ച് ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചപ്പാത്തി പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തിയെടുക്കാൻ ഒരു പ്ലേറ്റിൽ മൈദാപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആട്ടപ്പൊടി വേണമെങ്കിലും അരിപ്പൊടി ആണെങ്കിലും എടുക്കാം. ഉണ്ട ഇതുപോലെ പൊടിയിൽ മുക്കി പരത്തിയെടുക്കുക. ഇതുപോലെ നല്ലതുപോലെ പരത്തിയെടുക്കുക. ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ചപ്പാത്തി ചുട്ടെടുക്കാൻ ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ചപ്പാത്തി ഒരു ഭാഗം മൊരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ട് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.